நெஞ்சம் உன்னை கெஞ்சும் குலரும் காலை வே ഗൈസ് നമ്മളിപ്പം എവിടെ പോകുന്നു? മലയാറ്റൂർ പോകുന്നു. ഗൈസ് ഞങ്ങൾ മലയാറ്റൂർ പോകുന്നു. പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്കൊരിത് എന്താവും അറിഞ്ഞൂടാ. മല കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് നല്ലോണം പ്രാർത്ഥിക്കണം, ദൈവാനുഗ്രഹം കിട്ടാം എന്നാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 ഗൈസ് ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. ഞങ്ങൾ ട്രെയിൻ ഇപ്പോൾ വരുത്തതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഗൈസ് ട്രെയിനിൽ കയറിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോക്കകത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് അത്രയ്ക്ക് അങ്ങോട്ട് രസമില്ല. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ കാണാതെ പോകും. അതിനെക്കാട്ടും നല്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. പിന്നെ ഷാനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഷാനിയുടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും കുറേ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു. കുറച്ച് പേര് മുകളിൽ കയറി ഇരുന്ന്, കുറച്ച് പേര് താഴെ, പിന്നെ മാറിയും തിരിഞ്ഞൊക്കെ ഇരുന്നത്. നമ്മൾ കുറച്ച് പേര് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരിക്കും, അങ്ങനെ മാറിയും തിരിഞ്ഞ് നമ്മളിരുന്ന്. ഇനി അങ്കമാലി എത്തിയിട്ട് ഇപ്പോൾ സമയം 10:38 ആയിട്ടുണ്ട്, 10:40 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അങ്കമാലി എത്തി. നമുക്ക് ഇനി മലയിലോട്ട് പോകാം, അല്ല മലയാറ്റൂരോട്ട് പോകാം. പിന്നെന്തുവാ, വേറെ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ അവിടെ പോയിട്ട് ഞാൻ എന്താ വെച്ചാൽ പറയാം. മല കയറാൻ ട്രെയിൻ സമ്മതിക്കത്തില്ല, മല കയറാൻ കുറച്ച് പാടാൻ തോന്നും. പാപങ്ങളൊക്കെ അവിടെ പോയിട്ട് എനിക്ക് ഒഴുകി കളയണം. അപ്പോൾ ഓക്കെ ഗായ്സ്, നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കും. ഇപ്പം സമയം ഇനി നമ്മൾ ഒന്നെങ്കിൽ ബസ് ഉണ്ടെങ്കിൽ ബസ്സിന് പോകും, അല്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്തിട്ട് പോകും. എന്തും ആകും ഒരു പിടിയുമില്ല. അപ്പം നമുക്ക് കാണാം ഗൈസ്. അടുത്തെന്തി നീ എന്തി ഞാൻ എടുത്തിട്ടും വേണ്ട പേടിയാ, എന്നെ ഭയങ്കര പേടിയാട്ടോ. പിന്നെ അങ്കമാലി എത്തിയിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഇരുന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കഴിച്ച് എന്നിട്ടാണ് നമ്മൾ ഊബറിൽ അല്ല പോയത്, നമ്മൾ ഓട്ടോയിലാണ് പോയത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഊബറും കിട്ടിയില്ല, ബസ്സും കിട്ടിയില്ല. അപ്പോൾ ഓട്ടോയിൽ പോയി. അങ്കമാലി സ്റ്റേഷൻ കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അങ്കമാലി സ്റ്റേഷൻ. ഹലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുമായിരുന്നു. എന്താണ് നമ്മൾ ഇരുട്ടി കൂടി നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ വെട്ടമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇരുട്ടി കൂടി നടന്നത്. പിന്നെ നമ്മൾ ലൈറ്റുള്ള ഒരു ഏരിയയിലോട്ട് പോയി, അതായത് മെയിൻ റോഡിലോട്ട് നടന്ന് പോയി. ബസ് നോക്കാനാണ് പോയത്. അങ്ങനെ അത് കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ ഓട്ടോ പിടിച്ച് പോയത്. നമ്മൾ അങ്കമാലിയിൽ എത്തിയത് സൺഡേ വെളുപ്പിനെ 12 o'clock കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമ്മൾ എത്തിയത്. ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് വെച്ചടി നടത്തുമായിരുന്നു. നടന്ന് നമ്മൾ എവിടെ കണ്ടൊക്കെ എത്തിയായിരുന്നു. അവിടെ എല്ലാം വെട്ടമുണ്ട്. ഇതാണ് അങ്കമാലി ബസ് സ്റ്റാൻഡ്, കണ്ടോ? നേരെ പോകുമ്പം ഏതൊരു റോഡാണെന്ന് തോന്നുന്നു. ജംഗ്ഷനാണ്. മലയാറ്റൂർ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇനി തൊട്ടുള്ളത്. അപ്പോൾ എന്താ, ഞങ്ങളവിടെ എത്തി. ആദ്യം തന്നെ ഷാൻസിക്ക് ഒരു ചായ മേടിച്ച് കൊടുക്കാനുള്ള ദൗത്യം നമ്മൾ പൂർത്തിയാക്കി. നമ്മളും ചായ മേടിച്ച് കുടിച്ചു. പിന്നെ മെഴുകുതിരി മേടിച്ചു നമുക്കവിടെ കത്തിക്കാനായിട്ട്. പിന്നെ നേർച്ചയൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞൊക്കെ കൊണ്ടുവന്ന നേർച്ചയായിരുന്നു. അത് നമ്മളവിടെ കയറി കഴിഞ്ഞപ്പോൾ ഇട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മലയാറ്റൂർ കാണുന്നതും കയറാൻ പോകുന്നതും എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ നല്ലോണം കയറി കേട്ടോ. എനിക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും, പിന്നെ കാലുവേദന അതിപ്പോൾ കയറുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കും. അങ്ങനെ നല്ലോണം കയറി നമ്മൾ പ്രാർത്ഥിച്ചു.
നല്ല തിരക്കുണ്ടായിരുന്നു, അത്രയും ജനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിശുദ്ധ തോമസ് ലീഹനെയൊക്കെ കണ്ട്, ഞാൻ പറഞ്ഞില്ലേ നേർച്ചയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും വാഷ്റൂമിൽ പോകണമായിരുന്നു. അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ വാഷ്റൂമിൽ പോയി. പിന്നെ നമ്മൾ എല്ലാവരും ഇവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് മല ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നത്. അതിൻ്റെ സൈഡ് മൊത്തവും മറ്റേ കാട് പോലെയായിരുന്നു, കുറേ മരങ്ങളും അങ്ങനെ കാടായി ഇരുട്ടായിരുന്നു ഫുള്ള്. പിന്നെ നമ്മൾ അവിടുത്തെ പള്ളിയിൽ കയറി. പിന്നെ ആന ചവിട്ടിയ പള്ളിയുണ്ട്, അവിടെ കയറി. പിന്നെ കാൽപാദം പതിഞ്ഞ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു, തോമാസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു, അതും കണ്ടു. നമ്മൾ നടന്ന് അവിടെയെല്ലാം കണ്ട്, കാലൊന്നും വയ്യെങ്കിലും നല്ലോണം നടന്ന് എല്ലാം കണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഷാൻചേച്ചിക്ക് അഖിലേക്കും വൊമിറ്റിംഗ് ആയി. അങ്ങനെ അവരെയും കൊണ്ട് നമ്മൾ വാഷ്റൂമിൻ്റെ അവിടെ പോയി. അപ്പോഴാണ് ഞാനൊരു സംഭവം കാണുന്നത്. ഈ സംഭവം ഇതിൻ്റെ പേരെന്തായിരുന്നു, കാന്താരി. അത് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ എൻ്റെ കണ്ണിൽ പെടുന്ന, ഞാൻ വീഡിയോ എടുത്ത് വെച്ച് അതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് അതെനിക്ക് ഒന്ന് പിച്ചിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇനിയാണ് കാഴ്ച. രാവിലെ എണ്ണിച്ചപ്പോൾ ഞങ്ങൾ കണ്ടത് ഇതാണ്. രാവിലെ എണ്ണിച്ചപ്പോഴല്ല, അതായത് വെട്ടം വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും. അപ്പം നല്ല മേഘമൊക്കെ നല്ല ഓറഞ്ച് കളറിലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് വീണ്ടും മല ഇറങ്ങാൻ പോയത്. മല ഇറങ്ങിയപ്പം വലിയ പാടൊന്നും ഇല്ലായിരുന്നു, ഇടയ്ക്ക് വെച്ച് തെന്നി പോകുന്നുണ്ടായിരുന്നു, കാല് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇറങ്ങി. രാവിലെയാണ് കേട്ടോ നമ്മൾ നല്ലോണം ഇതെല്ലാം കണ്ടത്. രാത്രി നമുക്ക് ഇരുട്ടാണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല, കാട് മല അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ലോണം കണ്ടപ്പോൾ എന്ത് നല്ല രസമായിരുന്നു. പിന്നെ നമുക്ക് നേർച്ചച്ചോറുണ്ടായിരുന്നു, സാമ്പാറും മെഴുക്കുവരട്ടി അച്ചാർ, അതും കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മല കയറി ഇറങ്ങി. അതാണ് ഈ കോലം. മല കയറി ഇറങ്ങി ഞങ്ങളുടെ ഈ കോലം. നേർച്ചച്ചോറ് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അടിവാരം മീൻസ് പെരിയാറ് കുളിക്കാൻ പോകുന്നു. ഞങ്ങൾ അഖിലേക്ക് ചത്തുവരുവാകിയ പാവം. അമ്മ തായേ ഒഴിക്കാൻ എടുത്തായിരുന്നു. ഗൈസ്, വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ നല്ല കറുത്തിരിക്കുന്നുണ്ട്, വെയിലത്തൂടെ ഇറങ്ങിയുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. സോറി ഗൈസ്, പെരിയാറിൽ ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുത്തു വെക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഫോൺ വെള്ളത്തിലിറക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊക്കെ കുറച്ച് എടുത്തോളൂ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അവിടെ നിന്ന്. പിന്നെ നമ്മൾ നേരെ കൊല്ലത്തോട്ടാണ് പോയത്. അതാണ് ഈ ലാസ്റ്റ് വീഡിയോ. ഇവിടെ വെച്ചങ്ങ് പൂർത്തിയാക്കുകയാണ്. അപ്പം മലയാറ്റൂർ പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡു സപ്പോർട്ട് ഗൈസ്. താങ്ക് യു.